Hi friends, welcome back to ALANKRITHA'S food world. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കിലോ ചിക്കൻ, ശ്രദ്ധിക്കണം, നമ്മൾ ഇത് ചതച്ച് എടുക്കാവുള്ളൂ. മിക്സിയിൽ ഇട്ട് പൊടിച്ചൊന്നും എടുക്കല്ല്. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഞാൻ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ നമ്മളെ റോസാപ്പൂവിൻ്റെ ഉണങ്ങിയ ഇതളും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ പിങ്ക് സാൾട്ട് കൂടെ ഇടുവാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കസൂരി മേത്തി ഇടുവാണ്. കുറച്ച് പുതിനയില, മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. ബേ ലീഫ് 1-2 എണ്ണം, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഞാൻ ചിക്കനിലേക്ക് എല്ലാം മസാലകളും പുരട്ടി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 10-15 മിനിറ്റിന് ശേഷം മാത്രം ഇതിൻ്റെ കൂടെ തൈര് ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം തൈര് ആഡ് ചെയ്യാത്ത എന്നാന്ന് വെച്ചാൽ ഈ മസാലകളെല്ലാം ചിക്കനിൽ പിടിച്ച ശേഷമേ തൈര് ചേർക്കാവുള്ളൂ. അപ്പോഴാണ് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയുടെ അതേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് എല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അരമണിക്കൂർ നേരത്തേക്ക് അരി കുതിർക്കാൻ വെച്ചേക്കുവാണ്. ഇനി നമുക്കിത് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ സവാള നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അരി ഇടാനായിട്ട് ഞാൻ ഒരു കലത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വെച്ചേക്കുവാണ്. അപ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ ഒരു തവ അടി വെച്ച് കൊടുത്തിട്ടാണ് ഉരുളി എടുത്ത് വെക്കുന്നത്. കാരണം അടികട്ടി ഇല്ലാത്ത പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരത്തില്ല. അപ്പോൾ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു പരന്ന പാത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അരി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ച സവാളയും കൂടെ അതിൻ്റെ ചിക്കൻ്റെ മേലിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദേ സവാള എല്ലാം ചിക്കനിലോട്ട് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്.
ഇതേ നമ്മുടെ അരിക്ക് വെച്ചേക്കുന്ന വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പിങ്ക് സാൾട്ടും പച്ചമുളകും അതിൻ്റെ കൂടെ നമ്മളിതേ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചതയ്ക്കാത്ത മസാലയാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. ചതച്ച മസാല നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ഷാജീര, തക്കോലം, ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവർ എന്നിവയാണ് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ജാതിപത്രിയും ജാതിക്കായും ഉപയോഗിക്കേണ്ടതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത്. ഉള്ളവരത് മറക്കാതെ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും തിളയായി കഴിയുമ്പോൾ ഇതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കണം. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ദം ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. അതിനാദ്യമായി ഈ അരി തിളച്ച ഈ വെള്ളം നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം ചേർക്കരുത്. ഒരു 50 ml 60 ml വെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഏകദേശം 60% വെന്ത റൈസ് ഞാൻ ഇതിൻ്റെ മേളിലേക്ക് വിതറി കൊടുക്കുകയാണ്. ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മേളിൽ കുറച്ച് ഷാജീര ഞാൻ വിതറി കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കൂടെ ഈ ലെയറിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം 80% ആകുമ്പോഴാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ റൈസ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം റൈസ് 90% ആയിട്ടുണ്ട്. ഇതും കൂടെ നമ്മൾ ഇതിൻ്റെ മേളിൽ വിതറി കൊടുക്കുകയാണ്.
ഞാൻ റൈസ് എല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കൂടെ ഇതിന്റെ മേളിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ അരിഞ്ഞു വെച്ച മല്ലിയില ഇതിന്റെ മേളിലേക്ക് ഇടുവാണ്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് സാഫ്രോൺ കളർ ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുങ്കുമപ്പൂ കുറച്ച് പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് ഇതിന്റെ മേളിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ പാത്രം വെച്ച് കമഴ്ത്തി വെക്കുവാണ്. അതിൻ്റെ മേളിലേക്ക് ഞാൻ അരി വേവിച്ച കലത്തിൽ ഫുൾ വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ മേളിലോട്ട് വെച്ച് കൊടുക്കുവാണ്. മാവ് വെച്ച് ദം ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഇപ്പം ഈ പാത്രത്തിൽ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിൻ്റെ വെയിറ്റ് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് ഇങ്ങനെ ദം ചെയ്തെടുക്കാം. ഇത് നമുക്ക് ആദ്യം 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിടാം. ബാക്കി 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കാം. ദം ചെയ്തതിന് ശേഷം നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂറിന് ശേഷം ഈ ദം പൊട്ടിക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ച ശേഷമേ ദം പൊട്ടിക്കാവുള്ളൂ. അപ്പോഴേ ആ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി നോക്കാം. ഇതുപോലെ എല്ലാം റെഡി ആയിട്ടുണ്ട്. റൈസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. റൈസ് എല്ലാം കുഴഞ്ഞിട്ട് ഒന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് കിട്ടിയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം റൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.